ഉത്തര കൊറിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ട്. ദക്ഷിണ കൊറിയയുടെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. പോങ്യാങ് പ്രദേശത്ത് നിന്നാണ് ഉത്തര കൊറിയ മിസൈൽ വിക്ഷേപിച്ചത്. ഇത് വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് ഏകദേശം 1100 കിലോമീറ്റർ സഞ്ചരിച്ചതായാണ് സൈനികോദ്യോഗസ്ഥർ പറയുന്നത്. 3000 മുതൽ 5500 കിലോമീറ്റർ വരെയാണ് സാധാരണ ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം. എന്നാൽ ഇതിനേക്കാൾ കുറഞ്ഞ ദൂരമാണ് മിസൈൽ പറന്നതെന്നാണ് JCS അറിയിച്ചത്. 2024 ഉത്തര കൊറിയ ഒരു ഹൈപ്പർസോണിക് വാർഹെഡ് മിസൈൽ പരീക്ഷിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള വാർഹെഡുകളാണ് ഇപ്പോഴും വിക്ഷേപിച്ചതെന്നാണ് JCS ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും ഉയർന്ന വേഗതയ്ക്ക് പേരുകേട്ടവയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. ഗുവാം ദ്വീപിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ അത്തരമൊരു മിസൈൽ കൊണ്ട് സാധിക്കുമെന്നാണ് യോൻഹാപ്പ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ഇപ്പോൾ ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയ പോങ്യാങ്ങിൽ നിന്ന് ഏകദേശം 3400 കിലോമീറ്റർ അകലെയാണ് ഈ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത്. ഉത്തര കൊറിയ ഇതാദ്യമായാണ് മിസൈൽ പരീക്ഷണം നടത്തുന്നത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ അമേരിക്കൻ വിരുദ്ധ പ്രതിരോധം തുടരുമെന്ന് പ്രതിജ്ഞയെടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബറിൻ്റെ അവസാനത്തിലാണ്. ഏറ്റവും വലിയ പിന്തിരിപ്പൻ രാജ്യമെന്നാണ് അമേരിക്കയെ ഉത്തര കൊറിയൻ നേതാവ് വിശേഷിപ്പിച്ചത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, അമേരിക്ക എന്നിവർ ചേർന്നൊരു ത്രിരാഷ്ട്ര സഖ്യമായി മാറിയിരിക്കുകയാണ്. ഇതിനെ ഒരു ആണവ സൈനിക സഖ്യമെന്നാണ് കിം വിശേഷിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇപ്പോഴും പുലർത്തുന്ന രാജ്യമാണ് അമേരിക്ക എന്നാണ് കിം അമേരിക്കയ്ക്കെതിരെ ആരോപണമുയർത്തിയത്. അതിനിടെ റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നത് യൂറോപ്യൻ സുരക്ഷയ്ക്ക് മാത്രമല്ല US-നും ഭീഷണിയാണെന്ന് നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടെ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിന് ഉത്തര കൊറിയ റഷ്യയ്ക്ക് സൈനിക സഹായം നൽകുന്നതിന് പകരമായി റഷ്യ ഉത്തര കൊറിയയിലേക്ക് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ എത്തിക്കുകയാണെന്നും ഇതിലൂടെ ഉത്തര കൊറിയ റഷ്യൻ കൂട്ടുകെട്ട് വളരുകയാണെന്നുമാണ് നാറ്റോയുടെ വാദം. റഷ്യയുടെ ഈ നീക്കം നാറ്റോയുടെ ഭാഗമായ യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല US-നും ഭീഷണിയാകുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ പറഞ്ഞു. ഈ ഭീഷണികളെ എങ്ങനെ കൂട്ടായി നേരിടാമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ചർച്ച ചെയ്യുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ വ്യക്തമാക്കിയിരുന്നു.